ഹലോ, എല്ലാവർക്കും മിക ബ്യൂട്ടി ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വേറൊരു വേരിയേഷനായിട്ടുള്ള ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ പതിവ് പോലെ മോട്ടീഫ് എടുത്തു, അതിലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. എന്നിട്ട് നമ്മൾ നൂല് കോർത്തിട്ട് 3 ഇഴയിലാണ് കേട്ടോ കോർക്കുന്നത്. അപ്പോൾ അതിനെ 3 ഇഴയിൽ കോർത്ത് ആദ്യം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈൻ മൊത്തം റണ്ണിങ് സ്റ്റിച്ച് നോർമലായിട്ടുള്ള നമ്മുടെ റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാണെന്നുള്ളത് അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ അത് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഡബിൾ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് തന്നെ അതിൽ ചെയ്തെടുക്കലാണ്. ഇപ്പോൾ നമ്മൾ ഇതേ ഒരു ലൈൻ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്തത് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതിന് കോൺട്രാസ്റ്റായിട്ട് ഏതെങ്കിലും ഒരു കളർ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു റെഡ് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ ആ ഗ്യാപ്പില്ലേ, ഓരോ ഗ്യാപ്പ് വരണം, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടാണ് ഈ സ്റ്റിച്ച് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഗ്യാപ്പിൽ മറ്റേ നൂല് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് ആ ലൈന് കംപ്ലീറ്റ് ആക്കാം. ഇപ്പോൾ അതേ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇരിക്കുന്നത്. 2 കളറ് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള 2 കളർ എടുത്തിട്ട് രണ്ടും റണ്ണിങ് സ്റ്റിച്ച് തന്നെയാണ് ചെയ്തത്. ഇനി നമ്മളത് എങ്ങനെയാണ് ഒരു പിക്ചർ വരച്ചിട്ട് അത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പിക്ചർ വരച്ചിരുന്ന പോലെ ട്രേസിങ് പേപ്പർ വെച്ചിട്ട് നമ്മളൊരു പിക്ചർ വരച്ചെടുത്തിട്ട് അതിനെ നമ്മൾ കാർബൺ പേപ്പർ, യെല്ലോ കാർബൺ പേപ്പർ വെച്ചിട്ട് ട്രേസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ആ പിക്ചറിന് ഇതേപോലെ തന്നെ 2 കോൺട്രാസ്റ്റ് കളറുകൾ എടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് ഞാനിവിടെ ഫാസ്റ്റായിട്ടൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം മനസ്സിലാവാനായിട്ട്. അപ്പോൾ നമുക്കത് നോക്കാം. നമ്മുടെ ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 കോൺട്രാസ്റ്റ് കളർ എടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വർക്ക് ചെയ്ത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.